തൻ്റെ വിമർശനങ്ങളിലൂടെ കാൾസൺ ജൂതവിരോധത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് യഹൂദന്മാരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നതിന് തുല്യമാണെന്നുമാണ് ഇവാൻസ് വാദിക്കുന്നത്. ഏറ്റവും ഗൗരവതരമായ ആരോപണം കാൾസന്റെ നിലപാടുകൾ 1920 നാസികളുടെ നിലപാടുകളെക്കാൾ മോശമാണെന്നുള്ളതായിരുന്നു. കാൾസന്റെ വിമർശനം ഇസ്രായേലിനെതിരെ ആയിരുന്നില്ല, മറിച്ച് ഇസ്രായേലിന്റെ നടപടികളെ പിന്തുണയ്ക്കാൻ ബൈബിളിനെയും ദൈവത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്ന ഇവാഞ്ചലിക്കൽ പാസ്റ്റർമാർക്ക് നേരെയായിരുന്നു. ഈ പാസ്റ്റർമാരുടേത് അത്യന്തം വഴിതെറ്റിയ ദൈവശാസ്ത്രമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഇസ്രായേലിനു വേണ്ടി വാദിക്കുവാനും ആശയ പ്രചരണം നടത്തുവാനും 1000 ഇവാഞ്ചലിക്കൽ പാസ്റ്റർമാരെ അംബാസഡർമാരായി നിയമിച്ചത് അമേരിക്കയിൽ വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു. പ്രമുഖ അമേരിക്കൻ രാഷ്ട്രീയ നിരൂപകൻ ടക്കർ കാൾസൺ അതിരൂക്ഷമായ വിമർശനമാണ് പാസ്റ്റർമാർക്കെതിരെ അഴിച്ചുവിട്ടിരിക്കുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു നിർണായക സഖ്യം ഇന്ന് ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലാണെന്ന് പറഞ്ഞാൽ അതാണ് സത്യം. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിദേശ നയത്തിന്റെ നട്ടെല്ലായി നിലനിൽക്കുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികളുടെ ഇസ്രായേലിനോടുള്ള അചഞ്ചലമായൊരു പിന്തുണയുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെ വലതുപക്ഷത്തിലെ വളർന്നു വരുന്ന ഇസ്രായേൽ വിരുദ്ധ വിഭാഗത്തിന്റെ ഒരു തീവ്രമായ വെല്ലുവിളി ഈ വിഭാഗം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2 പ്രധാന വ്യക്തിത്വങ്ങൾ ഈ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിലകൊള്ളുന്നു. ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്ന ഏറ്റവും ശക്തനായ ക്രിസ്ത്യൻ സുവിശേഷകനും ഫ്രണ്ട്സ് ഓഫ് സിയോൺ സ്ഥാപകനും ഇപ്പോൾ ഈ 1000 പാസ്റ്റർമാരെ അംബാസഡർമാരാക്കിയ പദ്ധതിയുടെ ഉപജ്ഞാതാവുമായ ഡോക്ടർ മൈക്ക് ഇവാൻസും അമേരിക്കയിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ നിരൂപകന്മാരിൽ ഒരാളായ ടക്കർ കാൾസണും തമ്മിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഏറ്റുമുട്ടലിന് തിരികൊളുത്തിയത് ഡോക്ടർ ഇവാൻസ് പ്രഖ്യാപിച്ച ഇസ്രായേലിന് വേണ്ടി വാദിക്കാൻ 1000 പാസ്റ്റർമാർക്ക് പരിശീലനം നൽകി അവരെ അംബാസഡർമാരായി നിയമിച്ച നടപടിയാണ്. ഇതിനെതിരെ ടക്കർ കാൾസൺ ഉയർത്തിയ വിമർശനം ട്രംപിന്റെ പാളയത്തിലെ ആശയ വൈരുദ്ധ്യം എത്രത്തോളം ആഴമുള്ളതാണെന്ന് ലോകത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തുന്നതായിരുന്നു. ഡോക്ടർ മൈക്ക് ഇവാൻസിന്റെ നേതൃത്വത്തിലുള്ള ഫ്രണ്ട്സ് ഓഫ് സിയോൺ ഹെറിറ്റേജ് സെന്റർ ആൻഡ് മ്യൂസിയമാണ് ഈ അംബാസഡർ ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. 1000-ലധികം വരുന്ന ഈ പാസ്റ്റർമാർക്ക് പരിശീലനം നൽകിയ പരിപാടി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ചാണ് നടപ്പാക്കിയത്. ലോകം മുഴുവൻ ഇസ്രായേൽ വിരുദ്ധത വ്യാപകമായിരിക്കുന്ന ഇക്കാലത്ത് എല്ലാ കാലത്തും തങ്ങളോടൊപ്പം നിൽക്കുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇസ്രായേലിന് നയതന്ത്രപരമായ ഒരു വിജയം നേടുവാനുള്ള ഒരു പദ്ധതിയായി നമുക്കിതിനെ മനസ്സിലാക്കാം. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന്റെ പ്രതിരോധത്തിന് ശക്തമായ ക്രിസ്ത്യൻ പിന്തുണ ഉറപ്പിക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാസ്റ്റർമാർ കൂട്ടക്കൊല നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും രക്ഷപ്പെട്ടവരുമായും മുൻ ബന്ദികളുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള ജൂതവിരോധത്തെ ചെറുക്കുന്നതിനും ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്നതിനും 100,000-ഓളം ക്രിസ്ത്യൻ അംബാസഡർമാരെ പരിശീലിപ്പിക്കുക എന്ന ഇവാൻസിന്റെ വലിയൊരു ദൗത്യത്തിന്റെ ആരംഭമാണ് ഈ 1000 പാസ്റ്റർമാരെ നിയമിച്ചതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഈ 1000 പാസ്റ്റർമാർ അമേരിക്കയിൽ വലിയ പ്രാധാന്യമുള്ളവരും വലിയ സ്വാധീനം ചെലുത്തുവാൻ ശക്തിയുള്ളവരുമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഈ പാസ്റ്റർമാരുടെ ഇസ്രായേൽ സന്ദർശനവും പരിശീലനവും ഒക്കെ കഴിഞ്ഞ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇതുണ്ടാക്കിയ പ്രകമ്പനം വളരെ വലിയതായിരുന്നു. ഇവർ US-ലേക്ക് മടങ്ങിയെത്തിയ ഉടൻ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ 1000 പാസ്റ്റർമാർക്കുമെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണങ്ങളാണ് ഉണ്ടായത്. അവരുടെ അക്കൗണ്ടുകളിൽ ഒരേപോലെയുള്ള പ്രതികൂല സന്ദേശങ്ങളും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിനെതിരെയുള്ള ആരോപണങ്ങളും കൊണ്ട് നിറഞ്ഞു. ഈ ഏകോപിതമായ ഒരു ഡിജിറ്റൽ ആക്രമണം ഈ വിഷയം കേവലം രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറം ഇസ്രായേലിന് വേണ്ടിയുള്ള ആ പിന്തുണയെ ഒന്ന് ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ ഗൂഢ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ചിരിക്കുന്ന ഡിജിറ്റൽ വാർ ആണെന്ന് പലരും ചിന്തിക്കുന്നു. ഇസ്രായേലിനുള്ള ക്രിസ്ത്യൻ പിന്തുണയെ അടിച്ചമർത്താൻ ശക്തമായ ബാഹ്യശക്തികൾ എവിടെ ഇരുന്നോ ശ്രമിക്കുന്നു എന്ന ഇവാൻസിന്റെ വാദത്തിന് ഇത് ബലം പകരുന്നുമുണ്ട്. ഡോക്ടർ മൈക്ക് ഇവാൻസിന്റെ ഈ സംരംഭത്തോടുള്ള ടക്കർ കാൾസന്റെ പ്രതികരണം അതിതീവ്രമായിരുന്നു. കൊമേഡിയൻ തിയോ വോണിന്റെ പോഡ്കാസ്റ്റിൽ നടത്തിയ അഭിമുഖത്തിലാണ്
കാൾസൺ തൻ്റെ വിമർശനം അഴിച്ചുവിട്ടത്. കാൾസന്റെ വിമർശനം ഇസ്രായേലിനെതിരെ ആയിരുന്നില്ല, മറിച്ച് ഇസ്രായേലിന്റെ നടപടികളെ പിന്തുണയ്ക്കാൻ ബൈബിളിനെയും ദൈവത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്ന ഇവാഞ്ചലിക്കൽ പാസ്റ്റർമാർക്ക് നേരെയായിരുന്നു. ഈ പാസ്റ്റർമാരുടേത് അത്യന്തം വഴിതെറ്റിയ ദൈവശാസ്ത്രമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഗാസയിലെ ക്രിസ്ത്യൻ പള്ളികളിലേക്ക് ഇസ്രായേലി കേന്ദ്രങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ പള്ളികൾ തകർക്കപ്പെടുകയും ചെയ്തു. അവിടെ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായിട്ടുള്ള കുട്ടികൾ പോലും കൊല്ലപ്പെട്ടു. ഈ നടപടികളെ ന്യായീകരിക്കുന്ന ക്രിസ്ത്യൻ നേതാക്കൾ സുവിശേഷത്തെ തെറ്റായി പ്രതിനിധീകരിക്കുകയാണെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നു. ഈ നേതാക്കളെ വ്യാജ പ്രവാചകന്മാർ എന്നാണ് കാൾസൺ വിളിച്ചത്. കാൾസൺ ഈ ചർച്ചയെ ഒരു സാധാരണ രാഷ്ട്രീയ തർക്കങ്ങളുടെ തലത്തിൽ നിന്ന് മാറ്റി എഴുതി എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികളുടെ ഇസ്രായേൽ പിന്തുണയ്ക്ക് കാരണം അന്ത്യകാല പ്രവചനങ്ങളും ഭൂമി ദൈവത്താൽ നൽകപ്പെട്ടതാണെന്ന വിശ്വാസവും ഉൾപ്പെടുന്ന അവരുടെ ദൈവശാസ്ത്രപരമായ ഒരു അടിത്തറയാണ്. ഈ ദൈവശാസ്ത്രപരമായ അടിത്തറയെ വഴിതെറ്റിയത് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കാൾസൺ ഇവാഞ്ചലിക്കൽ നേതാക്കളുടെ ധാർമ്മികവും ആത്മീയവുമായ വിശ്വാസ ബോധ്യങ്ങളെ തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഈ തർക്കം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ക്രിസ്ത്യൻ സയനിസത്തിനുള്ള ആഴത്തിലുള്ള സ്വാധീനം എടുത്തു കാണിക്കുന്നുകൂടെയുണ്ട്. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ നിലനിൽപ്പ് വെറും രാഷ്ട്രീയപരമായ ഒരു വിഷയം മാത്രമല്ല, യഹൂദരുടെ വിശുദ്ധ നാട്ടിലേക്കുള്ള മടങ്ങിവരവിനെ പിന്തുണയ്ക്കുന്ന ഈ പ്രത്യയശാസ്ത്രം, ഈ വിശ്വാസം യേശുവിൻ്റെ രണ്ടാം വരവിന് മുന്നോടിയായി ഇസ്രായേലിന്റെ വാഗ്ദത്ത ഭൂമി മുഴുവൻ യഹൂദന്മാർക്ക് സ്വന്തമായി ലഭിക്കണമെന്ന അന്ത്യകാല വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഉണ്ടായിരിക്കുന്നതാണ്. അമേരിക്കയിലെ വൈറ്റ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികളിൽ 82% പേരും ഇസ്രായേലിന്റെ നിലനിൽപ്പ് ദൈവിക ഇടപെടലിന്റെയും പദ്ധതിയുടെയും ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ വിശ്വാസം കാരണം ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലുള്ള പ്രദേശങ്ങളിൽ നടത്തുന്ന പുതിയ അധിനിവേശങ്ങളെ പോലും വലിയ കാര്യമായി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു വിഷയമായി, അപ്രസക്തമായ ഒരു വിഷയമായാണ് അവർ കണക്കാക്കുന്നത്. രാഷ്ട്രീയ പരിഗണനകളെക്കാൾ വിശ്വാസപരമായ അടിത്തറയ്ക്കാണ് ഡോക്ടർ ഇവാൻസിനെ പോലുള്ളവർ മുൻഗണന നൽകുന്നത്. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ശക്തി കേന്ദ്രമാണ്. ഏകദേശം 44 ദശലക്ഷം ആളുകൾ വരുന്ന ഈ വിഭാഗത്തിലെ 61% പേരും തങ്ങൾ റിപ്പബ്ലിക്കന്മാരാണെന്ന് സ്വയം വെളിപ്പെടുത്തിയിട്ടുള്ളവരാണ്. ഡൊണാൾഡ് ട്രംപിന് 2016-ലും 2024-ലും ലഭിച്ച വോട്ടിന്റെ മഹാഭൂരിപക്ഷവും ഈ വിഭാഗത്തിന്റെ തന്നെയാണ്. അമേരിക്കയിലെ ഏറ്റവും ശക്തമായ ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന്റെ ലോബിയിങ് ശ്രമങ്ങൾ പലപ്പോഴും ജൂത സംഘടനകൾ നടത്തുന്ന ആ ലോബിയിങ്ങിനേക്കാൾ ശക്തമാണ്. US എംബസി ജെറുസലേമിലേക്ക് മാറ്റാനുള്ള ട്രംപിന്റെ 2018-ലെ തീരുമാനത്തിന് പിന്നിൽ പോലും ഈ ഇവാഞ്ചലിക്കൽ പാസ്റ്റർമാരുടെയും ആ സമൂഹത്തിന്റെയും നിർബന്ധമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ വലിയ സ്വാധീനമുള്ള ടക്കർ കാൾസന്റെ വിമർശനം ഈ യാഥാസ്ഥിക വിഭാഗത്തിന്റെ ഐക്യത്തെ തകർക്കുമോ എന്ന് പലരും ഭയപ്പെടുന്നുണ്ട്. ഡോക്ടർ ഇവാൻസിനെ പോലുള്ളവർ പരമ്പരാഗത ക്രിസ്ത്യൻ മൂല്യങ്ങളിലും ഇസ്രായേലുമായി ഉള്ള സഖ്യത്തിലും ഊന്നൽ നൽകുമ്പോൾ കാൾസൺ പ്രതിനിധീകരിക്കുന്ന റിപ്പബ്ലിക്കൻ പാളയത്തിലെ ഇസ്രായേൽ വിരുദ്ധ വിഭാഗം അമേരിക്ക ഫസ്റ്റ് എന്ന മാഗ മുദ്രാവാക്യത്തിന് മാത്രം പ്രാധാന്യം നൽകുന്നവരാണ്. ഇത് അമേരിക്കയുടെ പരമ്പരാഗത ക്രിസ്ത്യൻ യാഥാസ്ഥിക വിദേശ നയത്തിന്റെ അടിത്തറ തന്നെ ഇളക്കാൻ സാധ്യതയുള്ള ഒരാശയവുമാണ്. ഡോക്ടർ ഇവാൻസ് തന്നെ അഭിപ്രായപ്പെട്ടതുപോലെ മതപ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ ഇസ്രായേലിനെതിരെ ഒരു വളരെ ഗൗരവതരമായ നിലപാടുമായി ഒരു വിഭാഗം ഉയർന്നു വരുന്നുണ്ട്. കാൾസന്റെ ഈ വിമർശനങ്ങൾക്ക് ഡോക്ടർ ഇവാൻസ് നൽകിയ മറുപടി അത്യന്തികം വൈകാരികവും രൂക്ഷവുമായിരുന്നു. കാൾസനെ ധാർമ്മിക ദിശാബോധമില്ലാത്ത ഒരു ഗൈഡഡ് മിസൈൽ എന്നാണ് ഇവാൻസ് വിശേഷിപ്പിച്ചത്. തൻ്റെ വിമർശനങ്ങളിലൂടെ കാൾസൺ ജൂതവിരോധത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് യഹൂദന്മാരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നതിന് തുല്യമാണെന്നുമാണ് ഇവാൻസ് വാദിക്കുന്നത്. ഏറ്റവും ഗൗരവതരമായ ആരോപണം
കാൾസന്റെ നിലപാടുകൾ 1920-ലെ നാസികളുടെ നിലപാടുകളേക്കാൾ മോശമാണെന്നുള്ളതായിരുന്നു. ഈ താരതമ്യം ഈ ചർച്ചയെ വെറും ഒരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് ധാർമ്മികമായ ഒരു തലത്തിലേക്കും അന്തർദേശീയ വിഷയങ്ങളിലേക്കും ഉയർത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ടക്കർ കാൾസന്റെ വിദേശ അജണ്ടകൾ ഖത്തർ പോലെയുള്ള മുസ്ലിം രാജ്യങ്ങളുടെ സാമ്പത്തിക സ്വാധീനത്തിന് അടിമപ്പെട്ടത് കൊണ്ടുണ്ടായതാണെന്നും ഇവാൻസ് ആരോപിക്കുന്നുണ്ട്. ഈ വിമർശനങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഡോക്ടർ ഇവാൻസ് ടക്കർ കാൾസനെ ഒരു പൊതു സംവാദത്തിനായി വെല്ലുവിളിച്ചിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിങ്ങൾ പറയുന്നത് നീതിയുക്തമാണെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നോട് സംവാദത്തിന് വരിക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി. ഈ വെല്ലുവിളി അമേരിക്കൻ വലതുപക്ഷത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായ ഈ വലിയ വിഷയത്തിൽ തങ്ങളുടെ ദൈവശാസ്ത്രപരവും രാഷ്ട്രീയവുമായ നിലപാടുകൾക്ക് പൊതു അംഗീകാരം നേടുവാനുള്ള ഇരുപക്ഷത്തിൻ്റെയും ശ്രമത്തിൻ്റെ സൂചനയാണ്. നടക്കുവാൻ സാധ്യതയുള്ള ഇവാൻസും കാൾസനും തമ്മിലുള്ള ഈ വാഗ്വാദം അമേരിക്കൻ വിദേശ നയത്തെ രൂപപ്പെടുത്തുന്നതിൽ ക്രിസ്ത്യൻ സയനിസത്തിനുള്ള ചരിത്രപരമായ സ്വാധീനത്തിൻ്റെ ഒരു പ്രതിസന്ധി തുറന്നു കാട്ടുന്നത് കൂടി ആയിരിക്കും. ഡോക്ടർ ഇവാൻസിന്റെ 1000 അംബാസഡർമാരെ പരിശീലിപ്പിക്കുവാനുള്ള നീക്കം ഇസ്രായേൽ അനുകൂല ഇവാഞ്ചലിക്കൽ അടിത്തറയെ ശക്തിപ്പെടുത്താനും അതിനെ അമേരിക്കൻ വിദേശ നയത്തിന്റെ അവിഭാജ്യ ഘടകമായി നിലനിർത്തുവാനുമുള്ള നിർണായകമായ ശ്രമമാണെന്നുള്ളതിന് സംശയമില്ല. ഇസ്രായേലിന്റെ നയതന്ത്ര ശ്രമങ്ങൾ ഈ ക്രിസ്ത്യൻ സയനിസവുമായി എത്രമാത്രം ഇഴചേർന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണത്. ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ പേരിൽ വിദേശ സൈനിക നടപടികളെ ന്യായീകരിക്കുന്നതിനെതിരെയുള്ള കാൾസന്റെ ദൈവശാസ്ത്രപരമായ ആക്രമണം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഭാവി വിദേശ നയത്തെ എപ്രകാരമായിരിക്കും സ്വാധീനിക്കുവാൻ പോകുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഈ പോരാട്ടം ആത്യന്തികമായി ട്രംപിന് ശേഷമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ അതിർവരമ്പുകൾ പുനർനിർവചിക്കുവാനുള്ള ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ തുടക്കമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. പരമ്പരാഗത ക്രിസ്ത്യൻ സയനിസ്റ്റ് ലോബിയിങ്ങിന്റെ കാലഘട്ടം അവസാനിക്കുകയാണോ, അതോ ഇസ്രായേൽ വിരുദ്ധത എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ശക്തിപ്പെടുകയാണോ? നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും.